ഹലോ, എല്ലാവർക്കും പാരമ്പര്യയിലേക്ക് വീണ്ടും സ്വാഗതം. നമുക്കിന്ന് വാഴയില കൊണ്ട് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഹൽവ ഉണ്ടാക്കി നോക്കിയാലോ? ഈ വാഴയിലയുടെ ഗുണങ്ങളെന്ന് പറയുന്നത് നമുക്കൊരു കഥ പോലെ പറഞ്ഞുകൊണ്ട് പോവാം. അതൊന്ന് ഷോർട്ടാക്കി പറയുകയാണെങ്കിൽ ഇത് നല്ലൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. ഒരുപാട് സ്കിൻ ഡിസീസസിന് ഇത് ട്രീറ്റ്മെൻറ്റിനായിട്ട് ഉപയോഗിക്കാറുണ്ട്. പിന്നെ നമ്മുടെ ദഹന സംബന്ധമായ അസുഖങ്ങളിലെ വയറിളക്കം, ഡിസെൻട്രി ഇതുപോലുള്ള അസുഖങ്ങൾക്കൊക്കെ ഇതൊരു ഔഷധമായിട്ട് ഉപയോഗിക്കാറുണ്ട്. ഒരുപാട് മെഡിസിനൽ ബെനിഫിറ്റ്സ് ഉള്ള ഒന്നാണ് ഈ വാഴയില എന്ന് പറയുന്നത്. പൊതുവേ നമ്മുടെ ദഹനം നന്നായിട്ട് നടക്കാനായിട്ട് സഹായിക്കുന്ന ഒരു പ്രധാന ഘടകം ഈ വാഴയിലയിലുണ്ട്. അപ്പം ഈ ഹൽവ ഉണ്ടാക്കാനായിട്ട് തിളിരിലയാണ് നല്ലത് കേട്ടോ. ഞാനിത് പറമ്പിൽ നിന്ന് കിട്ടിയ നല്ല മുറ്റിയ ഇലയാണ് എടുത്തിരിക്കുന്നത്. ഇതായാലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ തിളിരില കിട്ടുമെങ്കിൽ നിങ്ങൾ അതെടുത്താൽ മതി. അപ്പോൾ ഇത് ഇങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് പിച്ചിയിട്ടതിന് ശേഷം ഇത് മിക്സിയുടെ ബ്ലെൻഡറിലോട്ടിട്ടിട്ട് ഒരുപാട് വെള്ളം ഒഴിക്കരുത്. അതൊന്ന് നിമന്ന് കിടക്കാൻ വേണ്ടിയിട്ട് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് നല്ലൊരു സ്ട്രെയിനറിൽ അരിച്ചെടുക്കുക. അതിനകത്ത് നാരോ അതുപോലുള്ള സംഭവങ്ങളൊന്നും ഇല്ലാതെ നന്നായിട്ട് ഇതൊന്ന് അരിച്ചെടുത്ത് വെക്കുക. ഇതേ കണ്ടില്ലേ, ഇത് നല്ല പച്ച കളറിലുള്ള ഒരു ജ്യൂസാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇതുപോലെ നന്നായിട്ടിത് അരിച്ചെടുത്തതിന് ശേഷം നമുക്കിനി അത് ഗാർണിഷ് ചെയ്യാൻ എന്തൊക്കെ വേണം നോക്കാം. അത് നട്ട്സ് ഇടാം, ബദാം ഇടാം, പിസ്ത ഉണ്ടെങ്കിൽ ഇടാം, എന്ത് വേണമെങ്കിലും നമുക്ക് ഗാർണിഷ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. ഞാനിപ്പോൾ ഇവിടെ നട്ട്സും ബദാമും കൂടെ ക്രഷ് ചെയ്ത് കുറച്ച് ഒന്ന് ചതച്ച് ഇങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഗോതമ്പ് മാവും കോൺഫ്ലോറും കൂടെയാണ് ഞാനിത് ഉപയോഗിക്കുന്നത്. അത് ഗോതമ്പ് മാവ് മാത്രമായിട്ടും നമുക്ക് ചെയ്യാം, ഇല്ല കോൺഫ്ലോർ മാത്രമായിട്ടും ചെയ്യാം, ഇല്ല രണ്ടും കൂടെ മിക്സ് ചെയ്ത് വേണമെങ്കിലും ചെയ്യാം. അതൊക്കെ നമ്മുടെ ഒരു ഇഷ്ടമാണ്. ഇപ്പോൾ അത് കണ്ടില്ലേ, ഞാനിപ്പോൾ അത് എടുത്ത് വെച്ചിരിക്കുന്നത് ഹൽവ ചെയ്യാൻ ആവശ്യമുള്ള പഞ്ചസാര, പിന്നെ ഗോതമ്പ് മാവ്, കോൺഫ്ലോർ, നമ്മുടെ വാഴയിലയുടെ ആ ജ്യൂസ്, പിന്നെ നെയ്യ് വേണം നമുക്ക് ആവശ്യത്തിന്. അല്പം നന്നായിട്ട് നെയ്യ് ഒഴിക്കണം. നെയ്യ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഗാർണിഷ് ചെയ്യാനുള്ള ആ നട്ട്സും ബദാമും, ഇത്രയാണ് ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പം നെയ്ക്ക് പകരം വേറെ എണ്ണയൊന്നും ഒഴിച്ചാൽ ടേസ്റ്റ് കാണില്ല കേട്ടോ. നെയ്ക്ക് പകരം നെയ്യ് തന്നെ ഒഴിച്ചിരുന്നാലേ നമ്മുടെ ഹൽവയ്ക്കൊരു ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഇത്രയും സംഭവങ്ങൾ ഞാൻ ഗോതമ്പ് മാവും കോൺഫ്ലോറും വെള്ളത്തിൽ കലക്കിയാണ് വെച്ചിരിക്കുന്നത്. നമ്മൾ അതുപോലെ തന്നെ തട്ടുകയാണെങ്കിൽ കട്ട പിടിക്കും. അതുകൊണ്ട് നേരത്തെ നമ്മൾ കുറച്ച് വെള്ളത്തിൽ കലക്കി വെച്ചിരിക്കണം. പിന്നെ ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ട് അല്പം നെയ്യ് ഒഴിച്ചിട്ട് നമ്മൾ ആ നട്ട്സും ബദാമും കൂടെ കുറച്ചൊരു ലൈറ്റ് ബ്രൗണിഷ് ആയിട്ടൊന്ന് മൂപ്പിച്ചെടുത്ത് അതൊന്ന് മാറ്റി വെക്കണം. എന്നിട്ട് ആ പാത്രത്തിലേക്ക് തന്നെ നമ്മൾ ആദ്യം ഒഴിക്കേണ്ടത് നമ്മൾ എടുത്തു വെച്ചിരുന്ന ഈ വാഴയിലയുടെ ജ്യൂസാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇതങ്ങോട്ട് ഒഴിച്ചിട്ട് ഇതല്പം ഒന്ന് ഇളക്കി ഒന്ന് തിളച്ച് വരണം. അത് തീ ഒരുപാട് കൂട്ടി വെക്കരുത്, സിമ്മിൽ വെച്ചാൽ മതി. അതൊന്ന് തിളച്ച് വരുന്ന സമയത്താണ് നമ്മൾ ഗോതമ്പ് മാവ്, ഇപ്പം നമ്മൾ ഒരു ഗ്ലാസ് ഗോതമ്പ് മാവ് എടുക്കുകയാണെങ്കിൽ 1/2 ഗ്ലാസ് കോൺഫ്ലോറും കൂടെ എടുക്കുക. അല്ല നിങ്ങൾക്ക് മൊത്തം ഗോതമ്പ് മാവ് മാത്രമാണ് വേണ്ടതെങ്കിൽ അത് മാത്രം എടുക്കുക. നമുക്ക് എത്രയാ ഹൽവ ആവശ്യമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമ്മൾ മാവ് ഇടുക. അതിന് അളവൊന്നുമില്ല കേട്ടോ, അതൊരു ഉദ്ദേശം വെച്ചങ്ങ് ഇട്ടാൽ മതി. ഞാനിപ്പോൾ ഒരു 3/4 കപ്പോളം ഗോതമ്പ് മാവ് ഇട്ടിട്ടുണ്ട്, ഒരു 1/2 കപ്പോളം കോൺഫ്ലോർ ഒഴിച്ചിട്ടുണ്ട്. ഇത് രണ്ടും നേരത്തെ വെള്ളത്തിൽ കലക്കി വെച്ചേക്കണം, ഇല്ലെങ്കിൽ നമ്മൾ അങ്ങനെ തട്ടുമ്പോഴത്തേക്ക് അത് കട്ടകൾ കിടന്നു കഴിഞ്ഞാൽ ഹൽവയ്ക്കൊരു ടേസ്റ്റ് വരില്ല. അപ്പം വെള്ളത്തിൽ കലക്കി വെച്ച് അത് ഒഴിച്ചു കൊടുത്തു. പിന്നെ ഞാൻ നെയ്യ് ഒഴിച്ചു കൊടുത്തു. നെയ്യും കൂടെ ഒഴിച്ചിട്ട് നമ്മൾ സിമ്മിൽ വെച്ചിട്ട് വളരെ നന്നായിട്ട് പതുക്കെ ഹൽവയ്ക്ക് ഇളക്കുന്നതെന്ന് പറയുന്നത് ഒരു ചെറിയ പണിയൊന്നും അല്ല കേട്ടോ. അത് നമ്മൾ കുറച്ച് നേരം ഒരല്പം മെനക്കെട്ടാൽ മാത്രമേ അത് നന്നായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ തീ സിമ്മിൽ വെച്ചിട്ട് ഞാനത് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. നല്ലതുപോലെ ഇളക്കി ഇത് ഒരുപാട് നേരം മറ്റ് ഹൽവ ഒക്കെ ചെയ്യുന്നത് പോലെ ഒരുപാട് ക്വാണ്ടിറ്റി ഉണ്ടെങ്കിലേ നമ്മൾ അത്രയും നേരം സ്പെൻഡ് ചെയ്യേണ്ടി വരത്തുള്ളൂ. ഇതിപ്പോൾ കുറച്ചേ എടുക്കുന്നുള്ളൂ, അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ അതൊരു കുറുവി ഒരു ലൈറ്റായിട്ടൊരു ക്രീമി പരുവത്തിലൊക്കെ വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര കേട്ടോ. ചിലർക്ക് മധുരം കൂടുതൽ വേണമായിരിക്കും. നമ്മുടെ ഇഷ്ടത്തിന് ആവശ്യത്തിനനുസരിച്ച് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്ത് വീണ്ടും അത് പഞ്ചസാര ഇടുമ്പം കുറച്ചുകൂടെ വെള്ളമാവും. പിന്നെയും നമ്മൾ ഇളക്കി സിമ്മിൽ വെച്ച് ഇളക്കി ഈ ഹൽവയുടെ പാകം എന്ന് പറയുന്നത് ഇതുപോലെ അടി കാണുന്ന ഒരു പരുവമാണ് ഈ ഹൽവയുടെ പാകം എന്ന് പറയുന്നത്. ഇപ്പം നമ്മുടെ പാത്രത്തിൻ്റെ അടി കാണാൻ പറ്റുന്നില്ലേ? പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇടയ്ക്കിടയ്ക്ക് ഞാൻ കുറച്ച് അല്പാൽപ്പം നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് കുറച്ച് അടിയിലോട്ട് പിടിക്കുന്ന പരുവം ഒക്കെ വരുമ്പോഴത്തേക്ക് നെയ്യ് ഒന്ന് നമ്മൾ ഒഴിച്ചൊഴിച്ച് കൊടുക്കണം. കൂടുതൽ ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ, ഇതിന് കുറച്ചൊഴിച്ചാൽ മതി. നമുക്ക് മനസ്സിലാവും അത് ഒഴിച്ച് തുടങ്ങുമ്പോൾ.
ഇപ്പോൾ ഹൽവ റെഡി ആയിട്ടുണ്ട്. ഞാനൊരു പാത്രത്തിൽ നെയ്യ് തടവിയിട്ട് പാത്രത്തിലോട്ട് മാറ്റി ഗാർണിഷ് ചെയ്യാൻ വെച്ചിരുന്ന നട്ട്സ് ബാക്കി ഉണ്ടായിരുന്നതൊക്കെ എടുത്ത് മേളിൽ വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ചൂടായിട്ട് നമുക്ക് ഇങ്ങനെ കഴിക്കുകയാണെങ്കിൽ, ഇപ്പം തന്നെ കഴിക്കുകയാണെങ്കിൽ അതൊരു ക്രീമി ടെക്സ്ചറിൽ നമ്മുടെ ഈ തിരുനെൽവേലി ഹൽവയൊക്കെ ഇല്ലേ അതുപോലെ ഇത് ഇങ്ങനെ ഇരിക്കും. പിന്നെ നമുക്ക് പീസ് ആക്കണമെന്നുണ്ടെങ്കിൽ ഇത് കുറച്ച് 2 മണിക്കൂർ അങ്ങനെ വെച്ച് സെറ്റ് ചെയ്യാനായിട്ട് ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട കേട്ടോ, വെളിയിൽ വെച്ചിരുന്നാൽ മതി. അത് 2 മണിക്കൂർ കഴിയുമ്പം നമ്മൾ കട്ട് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ പീസായിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ നല്ല പോഷക ഗുണമുള്ള നല്ല രുചിയുള്ള ഈ ഹൽവ നിങ്ങളൊന്ന് വീട്ടിലുണ്ടാക്കി കുട്ടികൾക്കൊക്കെ ഒന്ന് കൊടുത്തു നോക്കണേ. നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇതുപോലെ വീണ്ടും നല്ലൊരു റെസിപ്പി ആയിട്ട് വരാം. ഹാവ് എ ഗുഡ് ഡേ. ബൈ.